നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇത് കുറച്ച് നാൾ മുന്നേ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഈ ഒരു വൈറ്റനിങ് ക്രീം എന്നൊരു സംഭവം നമ്മുടെ ആളുകൾക്കിടയിലേക്ക് എത്തിച്ച കുറേ മലയാളി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരെല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇവരെല്ലാവരെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഫോളോ ചെയ്ത് നമ്മൾ അവരുടെ എന്താ പറയുക, അവരുടെ കണ്ടൻറ്റുകൾ നമ്മൾ എൻജോയ് ചെയ്ത് ഇരിക്കുന്ന ഒരു ടൈമിലാണ് അവരിങ്ങനെയുള്ള തെറ്റായ ഇൻഫോർമേഷൻസ് കൊണ്ട് വരുന്നത്. ഇതിനെതിരായിട്ട് ഒത്തിരി യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിന് തെറ്റ് മനസ്സിലാക്കി പിന്തിരിഞ്ഞ ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളെ പറ്റിക്കാൻ അത്ര എളുപ്പമാണോ? സീരിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള, അതായത് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എത്ര പേരുണ്ട്? ഇപ്പോൾ അങ്ങ് ഡാർക്ക് അണ്ടർ ടോണിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോ കോൾഡ് കറുപ്പ് എന്ന് നമ്മൾ പറയില്ല. അപ്പം അതിന് ഞാൻ കറുപ്പും വെളുപ്പെന്നൊന്നും ഞാൻ വേർതിരിച്ച് പറയുന്നതല്ല, പക്ഷെ അവർ പറയുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡാർക്ക് അണ്ടർ ടോണിലുള്ള എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഈ വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്ത് അവർ നല്ല വൈറ്റിഷ് കളറിലേക്ക് മാറിയിരിക്കുന്ന എത്ര പേര് നിങ്ങൾക്കറിയാം? ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല എന്താ പറയുക, ആപ്പിൾ പോലെ റോസാപ്പൂ പോലെ വെളുത്ത് തുടുത്തിരുന്ന ആൾക്കാരാണ് ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് കോമൺ സെൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി ഇതിലൊക്കെ എന്തുമാത്രം എന്താ പറയുക കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ അവെയറായിരിക്കണം. എന്തെങ്കിലും നമ്മൾ കണ്ടുകൊണ്ട് ചാടിക്കയറി ഞാൻ വന്ന് എന്തെങ്കിലും വായ്ത്തോന്നിന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കാണിക്കുന്നത് ഞാൻ കാണിക്കുന്നത് തമ്മിൽ വ്യത്യാസമല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതൊന്ന് സ്റ്റഡി ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡെർമറ്റോളജി ഫീൽഡിലൊന്നും ഇല്ല, പക്ഷേ എന്ന് കരുതി നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഫാർമസിസ്റ്റുകൾ, നമുക്കറിയാവുന്ന ഇവരടുത്തേക്ക് സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഇപ്പോൾ എല്ലാവരും ഒന്നും പറ്റിയില്ലെങ്കിലും കുറച്ച് പേരെ കണ്ണു തുറക്കാൻ ഈ ഒരു വീഡിയോ കൊണ്ട് പറ്റുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തുമെന്ന് എനിക്കറിയില്ല. എനിവേ, എന്തായാലും നമുക്ക് തുടങ്ങാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ആയുർവേദിക് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെളുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ വെളുപ്പിക്കാം എന്നൊക്കെ രീതിയിലുള്ള വീഡിയോസ് ഞാൻ അവരാരെയും കുറ്റം പറയുന്നില്ല. കാരണം ഇതൊന്നും നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ല, നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഈ പറയുന്ന ഈ പ്രൊമോട്ട് ചെയ്യുന്ന ക്രീമുകളെന്ന് ഞാൻ പറയുന്നില്ല, ഓയിൻമെൻറ്റ്സ്, മെഡിസിൻസ്, നമ്മുടെ ഇപ്പോൾ ഒരു സ്കിൻ കണ്ടീഷൻ, ഒരു സ്കിൻ പ്രോബ്ലം വരുമ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് എങ്ങനെയാണ് അത് വൈറ്റനിങ് ക്രീം ആവുന്നത്? നമുക്കിപ്പോൾ ഒരു പനി വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, നമുക്ക് ഡോക്ടർ ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോൾ ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അത് ലൈഫ് ലോങ് കഴിക്കാനാണോ നമുക്ക് തരുന്നത്? അല്ല. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഇപ്പോൾ ഷുഗർ, പ്രഷർ, തൈറോയിഡ് എന്നോ വേണ്ട ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്ക് നമ്മൾ ഞാൻ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ മെഡിസിൻ എടുത്ത് തുടങ്ങുമ്പോൾ അത് ഷുഗർ ലെവൽ നോർമലായാലും അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ലെവൽ നോർമലായാലും നമ്മുടെ ലൈഫ് ലോങ് ആ മെഡിസിൻസ് എടുക്കണം. അത് നിശ്ചിത അളവിൽ എങ്ങനെയാണ് ഏതാണെന്നുള്ളതെല്ലാം ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഒരു പനി വന്നാൽ പോലും നമുക്കൊരു ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോളൊക്കെ എടുക്കുമ്പോഴും ഈ പറഞ്ഞ മാതിരി നമുക്കറിയാം 5 ദിവസം ഡോക്ടർ പറയുന്നുണ്ടാവും, 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതായത് നമ്മളത് ലൈഫ് ടൈം എടുക്കുകയല്ല. ഇത് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്കിന്നിൽ ഒരു മെലാസ്മ പോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓയിൻമെൻറ്റ് തരുമ്പോൾ ഡോക്ടർ പറയും ഒരു നിശ്ചിത അളവിൽ നിശ്ചിത സമയം, നമുക്കൊരു പീരീഡ് ഓഫ് ടൈം കാണുമല്ലോ അത് തേക്കാനായിട്ട്. അത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു ടൈം അവർ തന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. അത് ലൈഫ് ലോങ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനൊരു റീസൺ. പക്ഷേ ഞാനിപ്പോൾ ആ കുട്ടിയുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ആ കുട്ടി ആ വീഡിയോ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, എന്താ കല്യാണം അതായത് എനിക്ക് ചിരി വരും സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ. കല്യാണം നടക്കാത്തത് കറുപ്പും വെളുപ്പും കൊണ്ടാണ്. അതാണ് അങ്ങനെ. ഞാൻ ഈ വാക്ക് എനിക്ക് പറയാൻ താല്പര്യമില്ല, കറുത്തവർ വെളുത്തവർ അങ്ങനെയൊന്നും പറയാൻ താല്പര്യമില്ല. പക്ഷേ അതിൽ പറയുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ കല്യാണം നടക്കാത്തവരുണ്ടെങ്കിൽ ഈ സോ കോൾഡ് മെഡിസിൻ ഓയിൻമെൻറ്റ് അതെനിക്ക് പറയാൻ പറ്റുള്ളൂ, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഇതിലൊന്നും പോയി തലവെച്ച് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളതും ഇത് യൂസ് ചെയ്താൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം.
ഇപ്പം ഈ മെലാനിൻ എന്നൊരു പിഗ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യൻസിനാണ് ഈ ഈ സ്കിൻ ടോൺ വേരിയേഷൻ വരുന്നത്. അതായത് മീഡിയം സ്കിൻ ടോൺ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ടോൺ അങ്ങനത്തെയൊക്കെ നമ്മൾ കൂടുതലും മലയാളീസിനിടയിൽ നമുക്കത് വേർതിരിച്ചിങ്ങനെ കാണുന്നത്. ഇപ്പം ഞാൻ യു എയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനൊരു 18 വർഷം യു എയിലായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല ആളുകളായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ കൊളീഗ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ ഫിലിപ്പിനോസ് കാണും, ആഫ്രിക്കൻസ് കാണും, അല്ലെങ്കിൽ വൈറ്റിഷ് ആയിട്ടുള്ള ആൾക്കാർ അവർ കാണും. ഇപ്പം നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ഡാർക്ക് സ്കിൻ ടോൺ, ഏറ്റവും കൂടുതൽ ഡാർക്ക് സ്കിൻ ടോണുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആഫ്രിക്കൻസാണ് അല്ലേ, നിങ്ങൾക്കറിയാം. പക്ഷേ അവരിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര ക്യൂട്ടാണ് അവരെ കാണാനായിട്ട്. നല്ല ഇപ്പോൾ എല്ലാവരുടെയും കാര്യം ഞാൻ പറയല്ല, പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. അവരെ ചിരിയായിക്കൊണ്ടോട്ടെ, അവരുടെ സ്കിൻ ടോൺ അതൊന്നും അവരൊന്നും അവെയർ പോലും അല്ല. ഇപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് പോലും നീ വെളുത്ത, ഞാൻ അല്ലെങ്കിൽ ഇന്ത്യനാ എന്ന് കരുതി നമ്മളത് മാറ്റി നിർത്തിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്കായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നമ്മൾ മലയാളീസിനാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അവർക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ കൂട്ടത്തിലൊരാളെ പോലെ നമ്മൾ ചേർത്ത് പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചിന്താഗതികൾ ആദ്യം മാറ്റുക. ഞാൻ വെളുത്തിരുന്നാലേ എന്നെ കാണാൻ ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതികൾ ആദ്യം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുകയുള്ളൂ. കാരണം ഞാനൊരു വീഡിയോ, ആക്ച്വലി ഈ വൈറ്റനിങ് ക്രീമിൻ്റെ ഒരു വീഡിയോ ഒരാൾ പ്രൊമോഷൻ ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ്, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ എൻ്റെ ഫോൺ മാറ്റിയ സമയത്ത് അത് മിസ്സായി പോയി എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നെ. അതൊരു പെൺകുട്ടി ഇട്ടിരിക്കുന്നൊരു കമൻറ്റാണ്. എന്ന് വെച്ചാൽ ഈ വൈറ്റനിങ് ക്രീമൊക്കെ അത്രയും പ്രചാരത്തിലേക്ക് വരുന്ന ഒരു ടൈമായിരുന്നു അത്. അപ്പോൾ അത് ഒറിജിനൽ, ജെനുവിൻ ആയിട്ടുള്ള പ്രൊഫൈലായിരുന്നു കേട്ടോ ആ പെൺകുട്ടിയുടെ. ഞാൻ പ്രൊഫൈൽ എടുത്ത് കയറി നോക്കിയതായിരുന്നു. ജെനുവിൻ പ്രൊഫൈലാണ്, DP ഒക്കെ ജെനുവിനാണ്. പക്ഷേ പുള്ളിക്കാരി എന്തോ മെസ്സേജ് അതെവിടെ കിട്ടുമെന്നോ ആ ക്രീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് ആ ഇൻഫ്ലുവൻസർക്ക് അയച്ചപ്പോൾ അത് റിപ്ലൈ കിട്ടി കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കുട്ടി അതിൻ്റെ അടിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കമൻറ്റ് ഇടുവാണ്. ഞാൻ FBയിൽ പോയി മെസ്സേജ് ഇട്ട് നോക്കി, എനിക്ക് റിപ്ലൈ ഇല്ല, എനിക്ക് എൻ്റെ FB അക്കൗണ്ട് ഇതാണ്, എന്നെ ഒന്ന് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കാമോ, എനിക്കൊരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഈ തെറ്റായ പ്രചരണം നടത്തുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലുള്ള ആളുകൾ വീഴാൻ കാത്തിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ വീഴുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാണിക്കുന്ന ഈ പ്രൊമോട്ടേഴ്സ്, ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ വെളുത്ത് തുടുത്ത് അവരിരുന്ന് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും വെളുത്തതെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവരുടെ ബിഫോർ ഫോട്ടോ, പണ്ടത്തെ ഫോട്ടോ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ ചിലപ്പോൾ നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും. ഞാൻ പറയട്ടെ, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മൾ ഒരു ബ്രൈഡിനെ അല്ലെങ്കിൽ നമ്മളൊരാളെ മേക്ക് ഓവർ ചെയ്ത് നല്ല രീതിയിൽ ഒരുക്കി കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഫോട്ടോയിലോ ഒരു വീഡിയോയിലോ ആയിരിക്കും അല്ലേ. അതിൽ ഒരു എഡിറ്റിംഗ് എന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ അതിന് പിറകിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഒരു ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് ചെയ്താണ് നമ്മൾ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് അതിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് ഭംഗിയാക്കാം എന്നുള്ളത് അവർക്കറിയാം. ഞാൻ ഇനി കൂടുതൽ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് കോമൺ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഫോർ ഫോട്ടോ നിങ്ങളെ കാണിക്കുമ്പോൾ നമുക്കത് ഡാർക്ക് ആക്കാം, ലൈറ്റ് ആക്കാം. നമ്മുടെ ഫോണിൽ തന്നെ ഇപ്പോൾ എന്തുമാത്രം സെറ്റിങ്സ് ഉണ്ട് അല്ലേ, അങ്ങനെയൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അല്ലാതെ ഇതൊന്നും യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മളത് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, എത്ര പേർക്ക് ഇങ്ങനെ വെളുത്ത് തുടുത്ത് അങ്ങനെ ഇരിക്കാം അല്ലേ. ഇപ്പോൾ ഡാർക്ക് അണ്ടർടോണുള്ള എല്ലാവരും കൂടി പോയി ഇതൊക്കെ വാങ്ങിച്ചാൽ പോരെ. ഇപ്പോൾ ഈ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തൊരു ഓയിൻമെൻ്റ് എന്ന് പറയുന്നത് എന്താ മെലാസ് ആൽഫ, അങ്ങനൊരു ഓയിൻമെൻ്റാണത്, അങ്ങനൊരു മെഡിസിനാണ് ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 200 സംതിങ് എത്ര റുപ്പീസെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ ഇതിനെക്കുറിച്ച് അവെയറല്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാളായിരുന്നു. 200 എത്ര രൂപ, പക്ഷെ നമ്മൾ തേച്ച് നല്ല വെളുത്ത് കൊടുക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളിത് പോയി വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ എന്തുമാത്രം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് ഈ ഒരു മെലാസ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മെഡിസിൻ തരുന്നെങ്കിൽ പോലും
നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യുമ്പം മുടങ്ങാതെ മോയ്സ്ചറൈസർ ഇടുക നമ്മുടെ ഫേസിൽ. സ്കിൻ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. SPF നമ്മൾ നിങ്ങളിൽ എത്ര പേര് SPF യൂസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പേര് SPF യൂസ് ചെയ്യുന്നിട്ടാണ് പുറത്തിറങ്ങുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇപ്പോൾ SPF 20, 30, 40, 50 ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചൂടിൻ്റെ കാഠിന്യം അനുസരിച്ച് നമ്മൾ ആ SPF കൂട്ടിക്കൊണ്ടിരുക. അതല്ലാതെ ഇതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ പുറത്തിറങ്ങി നമുക്ക് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് വെളുക്കണം എന്ന് പറഞ്ഞ് ഇമ്മാതിരിയുള്ള ഇതിലൊന്നും പോയി തല വയ്ക്കാതിരിക്കുക നിങ്ങളെല്ലാവരും. ഇപ്പോൾ മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത്, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയറിന്, ഐബ്രോസ്, കൃഷ്ണമണി ഇതിനൊക്കെ കളറ് കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് ഈ ഒരു മെലാനിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മെലാനിൻ കൂടുമ്പോൾ ഡാർക്ക് ടോണായിട്ടും നമ്മുടെ ശരീരത്തിൽ മെലാനിൻ കുറയുമ്പോൾ വൈറ്റ് ടോണായിട്ടും വരും. ഇത് കുറയുമ്പോൾ, അതായത് നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവ് കുറയുമ്പോൾ ലൈറ്റ് ടോൺ ആയിട്ട് വരുമ്പോഴാണ് നമുക്കിടയ്ക്ക് ഈ ബോഡിയിൽ ഡീപിഗ്മെൻറ്റേഷനൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെലാനിൻ്റെ അളവ് അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാതിരിയുള്ള ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ മെലാസാൽഫ അല്ലെങ്കിൽ മെലാഗ്ലോ, മെലാകെയർ എന്നൊക്കെ ഉള്ള ഓയിൻമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു നിശ്ചിത സമയത്തേക്കാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അത് നമ്മൾ വൈറ്റനിങ് ക്രീമാണെന്ന് കരുതി വാരി പൂശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് നമുക്ക് ശരീരത്തുണ്ടാകുന്ന വെച്ചാൽ ഈ മെഡിസിൻസിനൊക്കെ തന്നെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ട് ഒരു സൈഡിൽ. ഇപ്പോൾ ഇച്ചിങ് അല്ലെങ്കിൽ നമുക്കൊരു ബേണിങ് സെൻസേഷൻ വരും, പീലിംഗ് വരും. നമ്മുടെ സ്കിന്നിൽ കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്താൽ പീലിംഗ് വരും. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 1 വീക്ക് ആയിരിക്കും ഡോക്ടർ തരുന്നത് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ പറയാറില്ലേ, നമുക്ക് ഇതെന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം സ്കിന്നിൽ വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ വീണ്ടും ചെന്ന് കാണാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇത് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ വന്ന് നമ്മൾ എന്താ പറയുക, നമുക്ക് വൈറ്റനിങ് ക്രീം എന്നുള്ള രീതിയിൽ നമ്മൾ ഫേസിൽ മൊത്തം വാരി തേച്ച് എന്തോ ഒരു മണ്ടത്തരമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. പിന്നെ പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് ഇതുപോലെ കാണുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇമാതിരി ഒരു മെഡിസിൻസും നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊരു മെഡിസിൻ കൊടുക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മളിതൊന്നും ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ വെളുത്തിരിക്കുന്നവരുടെ സ്കിൻ ടോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അവരുടെ സ്കിന്നിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൺബേൺ അങ്ങനെയുള്ള റാഷസ് അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലാണ് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. ഇപ്പോൾ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ വെച്ച് നോക്കുമ്പോൾ വൈറ്റ് ആയിട്ടിരിക്കുന്ന സ്കിൻ ടോണിനാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കുറച്ച് കൂടുതൽ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലൊക്കെ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും കാര്യമില്ല. നമ്മൾ പറയും ഇവിടെ വെളുത്തിരുന്നിട്ട് നമ്മൾ കാണിക്കുന്ന പ്രവൃത്തി കറുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നാൽ മതി. ഞാൻ ഈ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു എന്നുള്ള ഒരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വീഡിയോ മുമ്പ് ആദ്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നു അന്ന്. അപ്പോൾ അവർക്ക് ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റിനെ കുറിച്ച്, ഞാൻ അന്ന് അബുദാബിയിലായിരുന്നു, യൂസ് ചെയ്തൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എന്തോ അതങ്ങ് കയറിപ്പോയി. അപ്പോൾ ഒത്തിരി ആൾക്കാരിലേക്ക് ആ വീഡിയോ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ പേര് സംഭവം വേറെ ഒന്നുമല്ല, അത് മുസ്തല്ല എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടായിരുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വന്നൊരു ചേഞ്ച്, ഈ പറഞ്ഞ മാതിരി അത് എല്ലാ അമ്മമാർക്കും തോന്നുന്നൊരു കൺസേൺ ആണ്. ഞാൻ അതുകൊണ്ട് ആരും കുറ്റം പറയുന്നത്. അപ്പോൾ എനിക്ക് ഞാനും എൻ്റെ അടുത്ത് ഒരാൾ വന്നിങ്ങനെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അവരൊന്ന് ജനിച്ചിട്ടേ ഉള്ളൂ അവർ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കുളിപ്പിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തൊരു പ്രോഡക്റ്റാണ് ഞാൻ, അല്ലാതെ പ്രത്യേകിച്ച് അതിന് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചേഞ്ച് അവർക്ക് തോന്നിയപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് അത് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ആ വീഡിയോ ഒത്തിരി പേരുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ എത്ര വർഷമായി, ഇന്നിപ്പോൾ എൻ്റെ മക്കൾക്ക് 7 വയസ്സായി, ഞാൻ എത്ര വർഷം മുന്നേ ചെയ്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നും എനിക്ക് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ കമൻറ്റ് വരുന്നുണ്ട്, ചേച്ചി ഇത് എവിടെ നിന്ന്, അല്ലെങ്കിൽ ഇത് ഓരോരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ചില കുട്ടികൾ, ചില അമ്മമാർ ഈ പറഞ്ഞ മാതിരി
ഭയങ്കര കൺസേൺ ആണ് അവർ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നിയിട്ട്, കാരണം വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇവരെല്ലാവരും. ഇപ്പോൾ തീരെ ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികളാണെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇത് അത്രയും പഠിപ്പും വിവരമുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ. നമുക്ക് ഈ വെളുപ്പിലും ഇതിലൊന്നുമല്ല കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലേ. അവരിപ്പോൾ വെളുത്ത് തൊടുത്തങ്ങ് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ദൈവമേ എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് കുട്ടികൾക്ക് വന്നു നമുക്കത് താങ്ങാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ എൻ്റെ PM വരുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം ചില അമ്മമാർ അവർക്ക് ഉറക്കമില്ല. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞ് കറുത്തിരിക്കുന്നു. അതിങ്ങനെ പ്രോഡക്റ്റ് ഇപ്പോൾ വെളുക്കാൻ തേക്കാന്നല്ല, ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അറിയാം ഈ സ്കിൻ റാഷസ്, ഡയപ്പർ റാഷസ് കാര്യങ്ങളൊക്കെ വരും. എൻ്റെ അപ്പൂന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനതിൽ പറഞ്ഞു, അവർ കളർ ചേഞ്ചായി എന്നതിലുപരി എനിക്കുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്കിൻ ഇഷ്യൂസോ റാഷസോ കാര്യങ്ങളൊന്നും ഈ 2 കുഞ്ഞുങ്ങൾക്കും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ അതിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൂടുതലും പറഞ്ഞത്. പക്ഷേ എന്താ പറയുക, അവരത് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു യൂസ് ചെയ്ത് കഴിയുമ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിയുമ്പോൾ വീണ്ടും എനിക്ക് അവർ മെസ്സേജ് അയക്കും, ചേച്ചി ഒരു ചേഞ്ചും ഇല്ല ചേച്ചി, കുഞ്ഞ് അങ്ങനെ തന്നെ ഇരിക്കുമോ, കറുത്തിരിക്കുമോ, പുറത്തോട്ട് കൊണ്ടിറങ്ങാൻ പറ്റുന്നില്ല, ആരിലും വരുമ്പോൾ വീടിനകത്തോട്ട് ഒളിച്ചിരിക്കേണ്ട ഒരവസ്ഥ. നമ്മുടെ സമൂഹത്തിൽ ഈ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും പ്രചാരത്തിൽ വന്ന ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറേ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആവുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ സമയത്ത് നമ്മളൊക്കെ ചെറുതിൽ അല്ലെങ്കിൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സമയത്ത് നമ്മുടെയൊക്കെ അമ്മമാർ എങ്ങനെ എന്ത് യൂസ് ചെയ്തിട്ട് നമ്മളെയൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ എന്താണ് നമ്മുടെയൊക്കെ ദേഹത്ത് ഇതുപോലെ ഡെയിലി ജോൺസൺസും മറ്റേതൊക്കെ പുരട്ടിയാണോ? ഒന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കുറേ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക്. കാരണം ഈ എന്താ പറയുക, വൈറ്റനിങ് ക്രീം തന്നെ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നൊരു കമൻറ്റ് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതാണ് നമ്മുടെ ചിന്താഗതി ആദ്യം മാറ്റുക. നമ്മൾ വെളുത്തിരുന്നാൽ നമ്മളെല്ലാം തികഞ്ഞവരായി എന്നുള്ളൊരു ചിന്താഗതി ആദ്യം മാറ്റുക. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ പുറത്തോട്ട് വരത്തുള്ളൂ. സീരിയസ്ലി. കാരണം ഞാനത് പറഞ്ഞു വരുമ്പോൾ ഇത് എങ്ങനെയാവുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ ഒരു ഭാഷയിൽ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് പറയുന്നു. അത് എത്ര പേരിലേക്ക് എത്തുന്നു എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താ പറയുക, കൺക്ലൂഡ് ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറുപ്പിലും വെളുപ്പിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ന്യൂസുകളും നമ്മൾ ദിനം പ്രതി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്കും കൂടെ ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നല്ലൊരു നാളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ആർക്കും ബാധ്യത ആവാതെ നമ്മുടെ കാലം കഴിച്ചുകൂടാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല, അടിപൊളി കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.